സമ്പൽ സംഘർഷത്തിൽ പിടികിട്ടാനുള്ള അക്രമികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്ന് പോലീസ്. കേസിൽ 74 പ്രതികളുടെ ഫോട്ടോ ഉൾപ്പെടുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. ഒളിവിൽ പോയ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, എന്തൊക്കെ കടുത്ത നടപടികളിലേക്കാണ് പോകുന്നത്? സമ്പൽ സംഘർഷത്തിൽ കടുത്ത നടപടികളാണ് ഇതുവരെ അധികൃതരുമൊപ്പം അന്വേഷണ ഏജൻസിയും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുന്നതിനുള്ള വലിയ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്പൽ കേസിൽ അക്രമികളുടെ ഫോട്ടോയും പേരും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉത്തർപ്രദേശിന്റെ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്നും അന്വേഷണം ഊർജിതമാക്കും എന്ന വിവരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. കേസിൽ പിടികിട്ടാപ്പുള്ളികളായി 74 പേരുടെ വിവരങ്ങൾ ഈ വർഷം ഫെബ്രുവരിയിൽ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. കൂടാതെ ഒളിവിൽ പോയവരുൾപ്പെടെ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നും അധികൃതർ അറിയിച്ചിരുന്നു. അത്തരത്തിൽ കടുത്ത നടപടികളുടെ ഭാഗമായാണ് ഒളിവിൽ പോയവരെ പിടികൂടുന്നതിന് വേണ്ടി പ്രതികളുടെ ഫോട്ടോയും പേരുൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉത്തർപ്രദേശിലെ മുഴുവൻ ജില്ലകളിലും പതിപ്പിക്കും എന്ന നിർദ്ദേശം, എന്ന അറിയിപ്പ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ 2024 നവംബറിലാണ് സംഭലിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തടയുകയും അവിടെ ഒരു വർഗീയ കലാപത്തിലേക്ക്, നിരവധി വീടുകളും കടകളും തീവച്ച് നശിപ്പിക്കുകയും ആളുകളുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു വലിയ വർഗീയ സംഘർഷത്തിലേക്ക് സംഭലിനെ കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ സംഘർഷത്തെ അടിച്ചമർത്തുന്നതിനും പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിനും ഉത്തർപ്രദേശ് പോലീസ് സർക്കാരിന് സാധിച്ചിരുന്നു. അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് പിടികിട്ടാതിരിക്കുന്ന ആ പ്രതികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉത്തർപ്രദേശിലുടനീളം പതിപ്പിക്കാൻ പോലീസ് തയ്യാറെടുത്തത്. സമ്പൽ സംഘർഷത്തിൽ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. അക്രമികളുടെ ചിത്രങ്ങൾ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.